ഡയറ്റീഷ്യൻ ഗ്രേഡ് 2 ഡൈജസ്റ്റീവ് സിസ്റ്റം സെഷൻ 4ലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം നമ്മളിങ്ങനെ 1 by 1 ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഇപ്പൊ ഡൈജസ്റ്റീവ് സിസ്റ്റം പഠിക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗം എന്താ? ദ ഓർഗൻസ് ദാറ്റ് മേക്ക് അപ്പ് ദ എലിമെന്ററി കനാൽ ആദ്യം പഠിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്സ് പഠിക്കുക. നമുക്ക് പിന്നെ എന്താ അറിയാവുന്ന, നമുക്ക് ഡൈജഷൻ എങ്ങനെയാണെന്ന് അറിയാം അല്ലെ. എവിടെ വെച്ച് എന്തൊക്കെ ഡൈജഷൻ നടക്കുന്നു എന്നറിയാം. നമ്മൾ 1 by 1 ആയിട്ട് പഠിക്കും. മൗത്ത് പഠിക്കും. മൗത്തിനകത്ത് ഓറൽ ക്യാവിറ്റി, ബക്കൽ ക്യാവിറ്റി, ബക്കൽ ക്യാവിറ്റിയിൽ ഓറൽ ക്യാവിറ്റിയിൽ ടങ്ങും ടീത്തും ഉണ്ട്. ടീത്തിന്റെ അറേഞ്ച്മെന്റിനെ ഡെന്റീഷൻ എന്ന് പറയും. ഹ്യൂമൻ ഡെന്റീഷൻ ഈസ് ഹെറ്ററോഡോൺ, ഡിഫിയോഡോൺ, തീക്കോഡോൺ ആണ്. ടങ്ങിനകത്ത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പാപ്പില ഉണ്ട്. സർക്കംവാലിഡ് പാപ്പിലെ, ഫഞ്ചിഫോം പാപ്പിലെ, ഫിലിഫോം പാപ്പിലെ, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പാപ്പില ഉണ്ട്. അതിനകത്ത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടേസ്റ്റ് ഉണ്ട്. സ്വീറ്റ്, സോറ്, സോൾട്ട്, ബിറ്റർ, ഉമാമി, ഒലിയോഗസ്റ്റസ്, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടേസ്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ പതുക്കെ ഈസോഫാഗസ് വന്ന് അത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റൊമക്ക് എത്തി. സ്റ്റൊമക്കിൽ കാർഡിയാക് സ്റ്റൊമക്ക്, ഫണ്ടിക് സ്റ്റൊമക്ക്, പൈലോറിക് സ്റ്റൊമക്ക്, അങ്ങനെ സ്ഫിങ്ക്ടേഴ്സ് ഉണ്ട്. ഗ്യാസ്ട്രോ ഈസോഫാഗൽ സ്ഫിങ്ക്ടർ, പൈലോറിക് സ്ഫിങ്ക്ടർ എന്നൊക്കെ പറഞ്ഞ സ്ഫിങ്ക്ടേഴ്സ് ഉണ്ട് അല്ലെ. ഇനി നമ്മൾ നേരെ പോകുന്നത് എങ്ങോട്ടാ? നേരെ നമ്മൾ പോകുന്നത് നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്കാണ്. പാർട്ട് 1 by 1 ആയിട്ട് നമ്മൾ എല്ലാ ഡൈജസ്റ്റത്തിന്റെ പാർട്ടും പഠിക്കും. അപ്പൊ നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്നാണ് പേരെങ്കിലും ഒട്ടും സ്മോൾ അല്ലാത്തൊരു ഇൻറ്റസ്റ്റൈൻ ആണ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ അല്ലെ. നല്ല നീളമുള്ള, ഡയമീറ്റർ കുറവായതുകൊണ്ടാണ് എന്നെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്ന് വിളിക്കുന്നത്. നല്ല നീളമുള്ള, എല്ലാ ഡൈജഷന്റെ എല്ലാ ഭാഗങ്ങളും കംപ്ലീറ്റ് ചെയ്യുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു ഒട്ടും സ്മോൾ അല്ലാത്തൊരു സ്മോൾ ഇൻറ്റസ്റ്റൈനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഞാൻ പത്മശ്രീ രാധാകൃഷ്ണൻ. അവിടെ കൊടുത്തിരിക്കണോ അല്ലെ. നോക്കൂ, നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം എവിടെയാണ് ഡിയോഡിനം, ജെജുനം, ഇലിയം. അപ്പൊ സ്റ്റൊമക്കിൽ നിന്ന് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ കടക്കുന്ന ഭാഗത്തിന് ഡിയോഡിനം, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. അത് കഴിഞ്ഞാൽ പിന്നത്തെ ഭാഗമാണ് ജെജുനം. ജെജുനം കഴിഞ്ഞാൽ പിന്നെ ഇലിയം. ഇലിയം ഓപ്പൺസ് ഔട്ട് ടു ലാർജ് ഇൻറ്റസ്റ്റൈൻ. അപ്പൊ സ്റ്റൊമക്കിൽ നിന്ന് സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് തുറക്കുന്ന ഡിയോഡിനോ, നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്ന് ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്ക് തുറക്കുന്നത് ഇലിയോമാണ്. അപ്പൊ പാർട്സ് ഏതൊക്കെയാണ്? ഡിയോഡിനം, ജെജുനം, ഇലിയം. ഇനി നമുക്ക് ഡീപ്പായിട്ട് എന്താണ് ഈ ഡിയോഡിനം, എന്താണ് ജെജുനം, എന്താണ് ഇലിയം നോക്കാം. നോക്കിയല്ലോ നിങ്ങൾ, ഒട്ടും സ്മോൾ അല്ല, ഭയങ്കര ലെങ്തി ആയിട്ടുള്ള സാധനമാണ്. ഇറ്റ് ഈസ് ദ ലോങ്സ്റ്റ് പാർട്ട് ഓഫ് ദ ഡൈജസ്റ്റീവ് സിസ്റ്റം. അപ്പൊ പേര് പോലെ അല്ല, ഇറ്റ് ഈസ് ദ ലോങ്സ്റ്റ് പാർട്ട് ഓഫ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഈസ് ദ ലോങ്സ്റ്റ് പാർട്ട് ഓഫ് ദ ഡൈജസ്റ്റീവ് സിസ്റ്റം. അത് എവിടെ തുടങ്ങും? സ്റ്റൊമക്കിൽ തുടങ്ങും. സ്റ്റൊമക്കിന്റെ എൻഡ് പോർഷൻ എന്താണ്? പൈലോറിക് സ്റ്റൊമക്. സോ പൈലോറിക് സ്റ്റൊമക് ഓപ്പൺ ഇൻ ടു first duodenum, that is the first part of the small intestine, and duodenum, jejunum, ileum. Ileum opens into large intestine. Ileum large intestineലേക്ക് തുറക്കും. അപ്പൊ എത്ര ഭാഗമുണ്ട്? നമ്മുടെ എത്ര ഭാഗമുണ്ടെന്ന് ചോദിച്ചാൽ, അതായത് ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്ക് തുറക്കുന്ന ലാർജ് ഇൻറ്റസ്റ്റൈൻ നമ്മൾ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. എങ്കിലും ലാർജ് ഇൻറ്റസ്റ്റൈനിലെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് സീക്കം കോളൻ റെക്ടം നമുക്ക് പഠിക്കാം. അപ്പൊ സീക്കം കോളൻ റെക്ടം നമ്മുടെ സ്റ്റൊമക്കിൽ നിന്ന്, that is pyloric stomach open into the small intestine, that is the first part of the small intestine, that is duodenum. And duodenum, jejunum, ileum opens the large intestine, the first part of the large intestine, that is cecum. That is the longest part of the digestive system, that is small intestine, extends from the pyloric region to cecum region. അല്ലെ, അവിടെ തൊട്ട് ഇവിടെ വരെയാണ് ഉള്ളത്. എത്ര പാർട്ടാന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഡിയോഡിനം, ജെജുനം, ഇലിയം. ഈ എന്താണ് അവിടെ ചെയ്യുന്നത്? അവിടെ ചെയ്യുന്നത് കംപ്ലീറ്റ് ഡൈജഷൻ ആണല്ലേ. അപ്പൊ കംപ്ലീറ്റ് ഡൈജഷൻ നടത്താനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്യൂട്ട് ആവാനായിട്ട് എന്താണോ ഡൈജഷന്റെ പ്രോസസ്സ്, അല്ലെങ്കിൽ ഡൈജഷൻ എങ്ങനെയാണോ ഡൈജഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടത്, ന്യൂട്രിയൻസിനെ എങ്ങനെയാണോ അബ്സോർബ് ചെയ്യുന്നത്, അതിനൊക്കെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഇസ് ഡിവൈഡ്, നിങ്ങൾക്ക് മതിയായിട്ടുണ്ടാവില്ല, ഞാൻ അത്ര പ്രാവശ്യം പറഞ്ഞു. ഡിയോഡിനം, ജെജുനം, ഇലിയം, ഡിയോഡിനം, ജെജുനം, ഇലിയം. ഇത് എത്രയുണ്ടെന്ന് പറഞ്ഞു? ഏകദേശം 6 മീറ്ററേ ഉള്ളൂ. സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുന്നത് 6 മീറ്ററേ ഉള്ളൂ അല്ലെ. സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്ന് പേര്. എല്ലാ പാർട്ടും, ഓൾ ദീസ് പാർട്സ്, ഡിയോഡിനം, ജെജുനം, ഇലിയം ആർ കവേർഡ് വിത്ത് ദ ഗ്രേറ്റർ ഒമന്റം ആർ ആന്റീരിയർലി. ഗ്രേറ്റർ ഒമന്റം എന്താണെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഗ്രേറ്റർ ഒമന്റവും ലെസ്സർ ഒമന്റവും ആണ് നമ്മുടെ സ്റ്റൊമക്കിനെ 2 സാക്ക് ആക്കി മാറ്റുന്ന ആ ഗ്രേറ്റർ ഒമന്റം തന്നെ കേട്ടോ. അത് കഴിഞ്ഞാൽ ഡിയോഡിനം ഹാസ് ബോത്ത് ഇൻട്രാ പെരിട്ടോണിയൽ ആൻഡ് റിട്രോ പെരിട്ടോണിയൽ പാർട്ട്, while jejunum and ileum are entirely intraperitoneal organs. Intraperitoneal, within the peritoneum എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മുടെ ഡിയോഡിനം ഉണ്ട്, ഡിയോഡിനത്തെ ഇൻട്രാപെരിട്ടോണിയൽ പാർട്ട് ഉണ്ട്, റിട്രോ പെരിട്ടോണിയൽ പാർട്ടും ഉണ്ട്. പക്ഷെ ജെജുനത്തിനകത്തും ഇലിയത്തിനകത്തും ഇൻട്രാപെരിട്ടോണിയൽ ഓർഗൻസ് മാത്രമേ ഉള്ളൂ. സ്മോൾ ഇൻറ്റസ്റ്റൈൻ
എല്ലാം അതിന് വേണ്ടി അഡ്ജസ്റ്റഡ് ആണ് നമ്മൾ പറഞ്ഞു. നമുക്ക് തുടങ്ങാം. ഡിയോഡനം. ആ സ്ലൈഡ് ഓടിച്ചു കിട്ടാൻ അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല, ഞാൻ പറഞ്ഞ കാര്യങ്ങളേ ഉള്ളൂ. റിപ്പീറ്റേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് അതൊരു ഡിസ്റ്റർബൻസ് ആവുന്നതുകൊണ്ട് ഞാനത് മാറ്റി വെച്ചേ ഉള്ളൂ. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഇത്രയേ ഉള്ളൂ. അതായത് നമ്മുടെ സ്മോൾ ഇൻഡസ്ട്രിയുടെ അനാട്ടമി എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് അതിന്റെ ഫംഗ്ഷൻ എന്താണോ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡിയോഡനം. ഡിയോഡനം ഇസ് ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദി ഇൻഡസ്ട്രൈൻ. എവിടെ നിന്ന് എങ്ങോട്ടാ തുറക്കുന്നത്? സ്റ്റൊമക്കിലെ പൈലോറിക് സ്റ്റൊമക്ക് ഓപ്പൺ ചെയ്യുന്നത്. സ്റ്റൊമക്കിന്റെ അതായത് ഏറ്റവും ഡിസ്റ്റൽ പാർട്ട്, ഏറ്റവും എൻഡിലെ പാർട്ട് എന്ന് പറയുന്നത് പൈലോറസ് ആണ്. ആ പൈലോറസ് ഓപ്പൺ ചെയ്യുന്നത് സ്മോൾ ഇൻഡസ്ട്രിയിലെ ഡിയോഡനത്തിലേക്കാണ്. അവിടെ ഒരു സ്ഫിങ്ക്ടർ ഉണ്ടെന്ന് നമുക്കറിയാം, പൈലോറിക് സ്ഫിങ്ക്ടർ, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലെ. അപ്പൊ നോക്കൂ, ഡിയോഡനം. ഡിയോഡനം is the first part of the small intestine. It extends from the pyloric sphincter of the stomach, wraps around the head of this pancreas in C shape and ends in duodenojejunal flexure. അപ്പൊ നമ്മുടെ പൈലോറിക് സ്റ്റൊമക്ക് എന്താ ചെയ്യുന്നത്? പൈലോറിക് സ്ഫിങ്ക്ടർ ഓഫ് ദ സ്റ്റൊമക്ക്, ഇറ്റ് എക്സ്റ്റെൻഡ് ഫ്രം ദ പൈലോറിക് സ്ഫിങ്ക്ടർ ഓഫ് ദ സ്റ്റൊമക്ക്. ആര്? ഡിയോഡിനം. പൈലോറിക് സ്റ്റൊമക്കിന്റെ പൈലോറിക് സ്ഫിങ്ക്ടർ തൊട്ട് നമ്മുടെ പാൻക്രിയാസിന്റെ തലവഴി ഇങ്ങനെ വന്ന് ഒരു സി ഷേപ്പിൽ വന്ന് ഒരു ഡിയോഡ്നോജെജുനൽ ഫ്ലെക്ഷറിൽ അവസാനിക്കും. ഈ ഫ്ലെക്ഷർ എവിടെയാണ് ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് അറിയോ? എവിടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അറിയോ? നമ്മുടെ പോസ്റ്റീരിയർ അബ്ഡോമിനൽ വാളിൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് അറ്റാച്ച് ദ അത് അതിനോട് ചേർന്നാണെന്നേ ഉദ്ദേശിച്ചിട്ടുള്ളൂ കേട്ടോ. ഒട്ടിച്ചു വെച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഈ ഫ്ലെക്ഷർ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അബ്ഡോമിനൽ വാളിന്റെ, പോസ്റ്റീരിയർ അബ്ഡോമിനൽ വാളിന്റെ അവിടെയാണ്. എന്ത് വെച്ചിട്ടാണ്? സസ്പെൻസറി മസിൽസ് ഓഫ് ദ ഡിയോഡനം അല്ലെങ്കിൽ ലിഗമെന്റ്സ് ഓഫ് ദ ഡിയോഡനം. അതിനെയാണ് നമ്മൾ ലിഗമെന്റ്സ് ഓഫ് ട്രീറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഓർത്തോളെ, എന്താണ് ഈ ലിഗമെന്റ്സ് ഓഫ് ട്രീറ്റ്സ്? ഈ ഫ്ലെക്ഷർ, ഡിയോഡ്നോജെജുനൽ ഫ്ലെക്ഷർ പോസ്റ്റീരിയർ അബ്ഡോമിനൽ വാളിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന സസ്പെൻസറി ലിഗമെന്റ്, ഡിയോഡനത്തിന്റെ സസ്പെൻസറി ലിഗമെന്റിനെയാണ് ലിഗമെന്റ് ഓഫ് ട്രീറ്റ്സ് എന്ന് വിളിക്കുന്നത്. നമ്മളിവിടെ എന്താ പഠിച്ചത്? എന്താണ് ഡിയോഡനം? സ്മോൾ ഇൻഡസ്ട്രിയുടെ ഭാഗമാണ്. എവിടുന്ന് തുടങ്ങും? പൈലോറിക് സ്ഫിങ്ക്ടറിൽ നിന്ന് തുടങ്ങും. എന്നത് എങ്ങനെ പോകും? റാപ്സ് അറൌണ്ട് ദ ഹെഡ് ഓഫ് ദ പാൻക്രിയാസ്. ഏത് ഷേപ്പിലാണ്? സി ഷേപ്പില്. അവസാനിക്കുന്ന എന്തിലാ? ഡിയോഡ്നോജെജുനൽ ഫ്ലെക്ഷറില്. ഈ ഫ്ലെക്ഷർ എവിടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? പോസ്റ്റീരിയർ അബ്ഡോമിനൽ വാളില്. എന്തുകൊണ്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? ഡിയോഡനത്തിന്റെ സസ്പെൻസറി ലിഗമെന്റ്സ് ഉണ്ട്. ആ സസ്പെൻസറി ലിഗമെന്റ്സിന് എന്താ പറയാ? ലിഗമെന്റ് ഓഫ് ട്രീറ്റ്സ്. ഇങ്ങനെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും അല്ലെ, ലിഗമെന്റ്സ് ഓഫ് ട്രീറ്റ്സ് എന്താണെന്ന്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് നിങ്ങൾ ഓർത്തോളാം. ഡിയോഡനത്തിന് എത്ര ഭാഗമുണ്ട്? ഡിയോഡനത്തിന് 4 ഭാഗമുണ്ട്. ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലെ ഇഷ്ടം പോലെ പാർട്ട്, അതിൽ ഓരോന്നിനും വീണ്ടും പാർട്ടുകൾ. ഡിയോഡന 4 ഭാഗങ്ങളുണ്ട്. ഒന്ന് സുപ്പീരിയർ അല്ലെങ്കിൽ ഡിയോഡനൽ ബൾബ്, ആംപുല എന്നൊക്കെ പറയുന്ന ഒരു ഭാഗം. രണ്ടാമത്തെ ഡിസെൻഡിങ്, മൂന്നാമത്തെ ഹൊറിസോണ്ടൽ, നാലാമത്തെ അസെൻഡിങ്. ഡിസെൻഡിങ് ഉണ്ടെങ്കിൽ അസെൻഡിങ് ഉണ്ട്. ഡിസെൻഡിങ്, ഹൊറിസോണ്ടൽ, അസെൻഡിങ്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട 2 നമുക്ക് പറയാം. സുപ്പീരിയർ പാർട്ട് അല്ലെങ്കിൽ വീർത്ത ഭാഗം, ആംപുല, is the only intraperitoneal part as a hepatoduodenal ligament and greater omentum attached to it. അപ്പൊ ഇവിടെ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ട് എന്ന് പറയുന്നത്. സുപ്പീരിയർ പാർട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഓൺലി ഇൻട്രാപെരിട്ടോണിയൽ പാർട്ട്. പെരിട്ടോണിയൽ പാർട്ടിനകത്ത് കാണുന്ന ഒരേ ഒരു ഭാഗം എന്ന് പറയുന്നത് ഡിയോഡനൽ ബൾബ് അല്ലെങ്കിൽ ആംപുലയാണ്. അതിനകത്ത് ഹെപ്പാറ്റോഡിയോഡനൽ ലിഗമെന്റും, ഹെപ്പാറ്റോ എന്ന് പറഞ്ഞാൽ ലിവറും ഡിയോഡനും തമ്മിലുള്ള അതിനെയാണ് ഹെപ്പാറ്റോഡിയോഡനൽ ലിഗമെന്റ് എന്ന് പറയുന്നത്. ലിഗമെന്റും ഗ്രേറ്റർ ഒമെന്റും അതിനകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. The descending part of the duodenum has an opening called the major duodenal papilla, that is tubercle of Vater. അത് ഓർത്തോളാം. എന്താണ് tubercle of Vater? ഡിയോഡനത്തിന് 4 പാർട്ട് ഉണ്ട്. ആ ഡിയോഡനത്തിന്റെ ഒരു പാർട്ടാണ് ഡിസെൻഡിങ് പാർട്ട് ഓഫ് ദ ഡിയോഡനം. അതിൽ കാണുന്ന ഓപ്പണിങ്ങിനെ പറയുന്ന പേരാണ് tubercle of Vater. tubercle of Vater, അതായത് ഡിയോഡനൽ പാപ്പില, അതാണ് tubercle of Vater. ഈ പാപ്പിലയിലാണ് papilla contain the hepatopancreatic sphincter or sphincter of Oddi, which regulate the emptying of bile from hepatopancreatic ampulla. ഇതിനകത്താണ് സ്ഫിങ്ക്ടർ ഓഫ് ഒഡി കാണുന്നത്. സ്ഫിങ്ക്ടർ ഓഫ് ഒഡി ആണ് ഹെപ്പാറ്റോപാൻക്രിയാറ്റിക് ആംബുലയിൽ ബൈലിനെ റിലീസ് ചെയ്യുന്നത്. ഞാൻ ഈ സ്ഫിങ്ക്ടർ ഓഫ് ഒഡി എന്താന്ന് പറഞ്ഞുതരാം. അതായത് നമ്മുടെ ലിവർ ആണ് ബൈല് സെക്രേറ്റ് ചെയ്യുന്നത്. അതെല്ലാവർക്കും അറിയാം, ലിവർ ആണ് ബൈല് സെക്രേറ്റ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഡൈജസ്റ്റീവ് എൻസൈംസ് ഒന്നും ഇല്ലാത്തൊരു സാധനമാണ് നമ്മുടെ ബൈൽ എന്ന് പറയുന്നത് അല്ലെ. ലിവർ സെക്രേറ്റ് ചെയ്യുന്ന ഒരു ഫ്ലൂയിഡ്. അപ്പൊ ഈ ബൈല് എക്സസ് ആയിട്ട് വരുന്ന ബൈലിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എവിടെയാണ്? എക്സസ് ബൈൽ ഈസ് സ്റ്റോർഡ് ഇൻ ഗോൾ ബ്ലാഡർ. എക്സസ് ബൈൽ സ്റ്റോർ ചെയ്യുന്നത് ഗോൾ ബ്ലാഡറിലാണ്. അപ്പൊ ലിവർ ആണ് ബൈല് സെക്രേറ്റ് ചെയ്യുന്നത്, എക്സസ് ബൈൽ സ്റ്റോർ ചെയ്യുന്നത് ഗോൾ ബ്ലാഡറിലാണ്. ഈ ലിവറിന്റെ ഡക്റ്റിനെ പറയുന്ന പേരാണ് ഹെപ്പാറ്റിക് ഡക്ട്.
ആൻഡ് നമ്മുടെ ഗോൾ ബ്ലാഡറിന്റെ ഡക്റ്റിനെ പറയുന്ന പേരാണ് സിസ്റ്റിക് ഡക്ട്, CYSTIC. അപ്പോൾ bile is secreted by the liver, excess bile is stored in gallbladder, duct of the liver is known as hepatic duct, duct of the gallbladder is known as cystic duct. ഈ പറഞ്ഞ ഹെപ്പാറ്റിക് ഡക്റ്റും സിസ്റ്റിക് ഡക്റ്റും കൂടെ ചേർന്ന് കോമൺ ബൈൽ ഡക്റ്റ് ആവും. കോമൺ ബൈൽ ഡക്റ്റ് ആവും. ഈ കോമൺ ബൈൽ ഡക്റ്റ് നമ്മുടെ ഒരു കോമൺ ബൈൽ ഡക്റ്റ് നമ്മുടെ എന്താ പറയാ പാൻക്രിയാസ് നിന്ന് ഒരു ഡക്റ്റിനെ റിസീവ് ചെയ്യും. Common bile duct receive a duct from pancreas and then it is known as hepatopancreatic duct എന്ന് പറയും. അപ്പൊ അവിടെ ലിവർ എന്ന് വരുന്നത് ആയതുകൊണ്ട് ഹെപ്പാറ്റിക് എന്നും പാൻക്രിയാസ് നിന്ന് റിസീവ് ചെയ്യുന്നതുകൊണ്ട് പാൻക്രിയാറ്റിക് ഡക്റ്റ് എന്നും പറയും. ഈ ഹെപ്പാറ്റോ പാൻക്രിയാറ്റിക് ഡക്റ്റ് കാണുന്ന വാൽവ് ആണ് സ്ഫിങ്ക്റ്റർ ഓഫ് ഓഡി. ക്ലിയർ ആയോ? The papilla contain hepatopancreatic sphincter that is known as sphincter of Oddi or Gleason sphincter. നമ്മുടെ ഗ്ലിസൺ സ്ഫിങ്ക്റ്റർ എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനെ കവർ ചെയ്ത് കാണുന്ന, അതായത് നമ്മുടെ ലോബിനെ, ലിവറിന്റെ ലോബ്സിനെ കവർ ചെയ്ത് കാണുന്ന ആ ഒരു ഇതിനെ പറയുന്നതാണ് ഗ്ലിസൻസ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. അപ്പൊ ഗ്ലിസൺ സ്ഫിങ്ക്റ്റർ ക്ലിയർ ആയിട്ടുണ്ടാവുന്ന വെച്ചാൽ ബൈലുമായിട്ട് ബന്ധപ്പെട്ട സാധനമാണ് സ്ഫിങ്ക്റ്റർ ഓഫ് ഓഡി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗ്ലിസൺ സ്ഫിങ്ക്റ്റർ എന്ന് പറയുന്നത്. അതാണ് ഹെപ്പാറ്റോ പാൻക്രിയാറ്റിക് ആംബുലയിൽ നിന്ന് ബൈലിനെ emptying of bile from hepatopancreatic ampulla. ക്ലിയർ അല്ലേ? ഒന്നുകൂടെ പറയാം. സുപ്പീരിയർ പാർട്ട് എന്ന് പറയുന്നതാണ് ഒരേ ഒരു ഇൻട്രാപെരിട്ടോണിയൽ പാർട്ട്. ഡിസെൻഡിങ് പാർട്ടിൽ കാണുന്ന ഒരു പാപ്പിലയാണ് ട്യൂബർക്കിൾ ഓഫ് വാറ്റർ. ആ പാപ്പിലയില് ഹെപ്പാറ്റോ പാൻക്രിയാറ്റിക് സ്ഫിങ്ക്റ്റർ അല്ലെങ്കിൽ സ്ഫിങ്ക്റ്റർ ഓഫ് ഓഡി ഉണ്ട് എന്ന് നിങ്ങൾ ഓർത്തോളാം. സ്ഫിങ്ക്റ്റർ ഓഫ് ഓഡി എന്താണെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തതാണ് ജെജുനം. എന്തൊക്കെയാണോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ നമ്മൾ ഡിയോഡനത്തിൽ പറഞ്ഞു. ഡിയോഡനം ഫസ്റ്റ് പാർട്ടാണ്. അത് എവിടുന്ന് തുടങ്ങി എവിടെ അവസാനിക്കും, അവിടെ ഒരു ലിഗമെന്റ് ഉണ്ട്, ലിഗമെന്റ് ഓഫ് ട്രേഡ്സ് എന്ന് പറയും. അത് കഴിഞ്ഞ് ഡിയോഡനം 4 പാർട്ടാണ്. സുപ്പീരിയർ പാർട്ട്, ഡിസെൻഡിങ് പാർട്ട്, അസെൻഡിങ് പാർട്ട്, ഹൊറിസോണ്ടൽ പാർട്ട് എന്ന് പറയുന്നത്. അതിനകത്ത് സുപ്പീരിയർ പാർട്ടിലാണ് ഇൻട്രാപെരിട്ടോണിയൽ പാർട്ട്. സുപ്പീരിയർ പാർട്ട് ഈസ് ദ ഓൺലി ഇൻട്രാപെരിട്ടോണിയൽ പാർട്ട് എന്ന് പറയുന്നത്. കാരണം ഹെപ്പാറ്റോ ഡിയോഡനൽ ലിഗമെന്റും ഗ്രേറ്റർ ഒമന്റും അതിനകത്ത് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. ഡിസെൻഡിങ് പാർട്ടിനകത്ത് ഒരു പാപ്പിലയുണ്ട്. ആ പാപ്പിലേക്ക് പറയുന്ന പേരാണ് ട്യൂബർക്കിൾ ഓഫ് വാറ്റർ. അതുമായി ബന്ധപ്പെട്ടതാണ് ഹെപ്പാറ്റോ പാൻക്രിയാറ്റിക് സ്ഫിങ്ക്റ്റർ അല്ലെങ്കിൽ സ്ഫിങ്ക്റ്റർ ഓഫ് ഓഡി. അതും എന്താന്ന് ഓൾറെഡി പറഞ്ഞു. ബൈലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ലിവറിന്റെ സെക്രീഷൻ ആണ് ബൈല്. ക്ലിയർ അല്ലേ? ഇനി അടുത്ത ഭാഗത്തേക്ക് വരാം. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത്, ഒരിക്കലും പറഞ്ഞാൽ തീരില്ല, നമ്മുടെ ഡയജസ്റ്റ് സിസ്റ്റം ആണെങ്കിലും സർക്കുലേറ്ററി സിസ്റ്റം ആണെങ്കിലും റെസ്പിറേറ്ററി സിസ്റ്റം ആണെങ്കിലും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലാസ് കൊണ്ട് തീരുമോ? ഇല്ല. ഒരു പേപ്പറായിട്ട് തീരുമോ? അങ്ങനെ തീർക്കാവുന്ന ഒരു ടോപ്പിക്കാണ് എല്ലാ സിസ്റ്റംസും. കാരണം പഠിച്ചാലും തീരാത്തത്ര കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പൊ നമ്മൾ ഏറ്റവും ആവശ്യം എന്താണോ, അല്ലെങ്കിൽ ഏറ്റവും ആവശ്യമുള്ളതിനേക്കാളും കുറച്ച് കൂടുതൽ കാര്യങ്ങളാണ് ക്ലാസ്സുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. ജെജുനം രണ്ടാമത്തെ പാർട്ടാണ്. ജെജുനം എവിടെ നിന്ന് തുടങ്ങും? ഡിയോഡ്നോ ജെജുനൽ ഫ്ലെക്ഷറിലാണ് നമ്മുടെ ഡിയോഡനം അവസാനിക്കുന്നത്. അപ്പൊ അവിടുന്ന് അടുത്ത ആള് തുടങ്ങും. ശരിയല്ലേ? അപ്പൊ ഡിയോഡ്നോ ജെജുനൽ ഫ്ലെക്ഷറിലാണ് നമ്മുടെ ഡിയോഡനം അവസാനിക്കുന്നതെങ്കിൽ ഡിയോഡ്നോ ജെജുനൽ ഫ്ലെക്ഷറിന് രണ്ടാമത്തെ പാർട്ടായ ജെജുനം തുടങ്ങും. It is found at the upper left quarter of the abdomen. അബ്ഡോമന്റെ അപ്പർ പോർഷനിലെ ലെഫ്റ്റ് ക്വാഡ്രന്റിലാണ്, 4ആയി ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലെ ക്വാഡ്രന്റിലാണ് അത് കാണുന്നത്. Jejunum is entirely intraperitoneal as the mesentery proper attaches to it to the posterior abdominal. അത് ഇൻട്രാപെരിട്ടോണിയൽ ആണ്, നിങ്ങൾ പഠിച്ചോളൂ, അങ്ങനെ പഠിച്ചാൽ മതി. ഇൻട്രാപെരിട്ടോണിയൽ വിത്തിൻ ദ പെരിട്ടോണിയം. അപ്പൊ ജെജുനം ഈസ് entirely intraperitoneal. ഡിയോഡനത്തിൽ നമ്മൾ എന്താ പഠിച്ചത്? സുപ്പീരിയർ പാർട്ട് ഈസ് ദ ഓൺലി ഇൻട്രാപെരിട്ടോണിയൽ പാർട്ട്. അത് പഠിച്ചോളൂ കേട്ടോ. There is no clear line of demarcation between jejunum and ileum. പക്ഷെ ഡിഫറൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഇതിനകത്ത് നമ്മൾ പല കാര്യങ്ങളിലും അങ്ങനെയാണ്. നമ്മുടെ ബോഡിയിൽ ഡിവൈഡ് ചെയ്യാനായിട്ട് നമുക്ക് പഠിക്കാനായിട്ടും 2, 3, 4 പാർട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ അതിനകത്ത് ക്ലിയർ ഡിമാർക്കേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. നമ്മൾ ഇനി എൻഡോക്രൈൻ ഗ്ലാൻഡ്സിന്റെ കാര്യം പഠിക്കുമ്പോൾ അല്ലെങ്കിൽ എൻഡോക്രൈൻ സിസ്റ്റം പഠിക്കുമ്പോൾ അവിടെയും നമ്മൾ പഠിക്കും ക്ലിയർ ഡിമാർക്കേഷൻ ഇല്ല ചില കാര്യങ്ങൾക്കൊന്നും. പക്ഷെ നമുക്ക് പഠിക്കണം അല്ലേ? ഉണ്ടോ? 3 പാർട്ടുണ്ടോ? ഉണ്ട്. എന്നാൽ ക്ലിയർ ഡിമാർക്കേഷൻ ഉണ്ടോ? അതുമില്ല. ബട്ട് ദർ ആർ സം അനാറ്റമിക്കൽ ആൻഡ് ഹിസ്റ്റോളജിക്കൽ ഡിഫറൻസസ് ഉണ്ട്. അനാറ്റമിക്കൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇന്റേണൽ സ്ട്രക്ചറിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ഹിസ്റ്റോളജിക്കൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ടിഷ്യൂവിലും കുറച്ച് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിനെ പഠിക്കുന്നു എന്ന് മാത്രം. ജെജുനം represents proximal 2/5 of the jejunum ileum continuum. Wall of the jejunum is thicker and lumen is wider than that of ileum. ഇലിയത്തിനേക്കാളും തിക്കർ ആണ്. ഇലിയത്തിന്റെ വാൾ ഓഫ് ദ ജെജുനം എന്ന് പറയുന്നത് കുറച്ചുകൂടി തിക്കർ ആണ്. ആരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ? ഇലിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അതുപോലെ ലൂമനും വൈഡർ ആണ്.
ആരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇലിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുറച്ച് ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടെന്ന്, അത്രയും വ്യത്യാസം. ജെജുനം കണ്ടെയ്ൻ മോർ പ്രോമിനന്റ് സർക്കുലർ ഫോൾസ് ഓഫ് കെർക്രിങ്. ജെജുനത്തിനകത്ത് സർക്കുലർ ഫോൾസ് ഉണ്ട്. ആ സർക്കുലർ ഫോൾസിനെ സർക്കുലർ ഫോൾസ് ഓഫ് കെർക്രിങ് എന്ന് പറയും. നമ്മുടെ ജെജുനവും ഇലിയും തമ്മിലുള്ള ഡിഫറൻസ് മാത്രമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ജെജുനം ഇലിയം ഡിഫറൻസ് എന്ന് പറഞ്ഞാല് ജെജുനത്തിന്റെ വാള് കുറച്ചുകൂടെ തിക്കാണ്, ജെജുനത്തിന്റെ ലൂമൻ കുറച്ചുകൂടെ വൈഡർ ആണ് ഇലിയത്തിനേക്കാൾ. ജെജുനത്തിനകത്ത് കൂടുതൽ സർക്കുലർ ഫോൾസ് ഓഫ് കെർക്രിങ് ഉണ്ടെന്ന് മാത്രം. ഇനിയാണ് നമ്മുടെ ഇലിയം. ഇലിയം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു ഡിമാർക്കേഷൻ ഒന്നുമില്ല, എന്നാലും നമ്മൾ പറയും ഇത് കഴിഞ്ഞാൽ, ജെജുനം കഴിഞ്ഞാൽ ഉള്ള ഭാഗമാണ് ഇലിയം. ലാസ്റ്റ് പാർട്ടാണ്, ലോങ്സ്റ്റ് പാർട്ടുമാണ് സ്മോൾ ഇൻറ്റെസ്റ്റൈൻ്റെ. ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ ദ ലോവർ റൈറ്റ് ക്വാഡ്രന്റ് ഓഫ് ദ അബ്ഡോമൻ. നേരത്തെ നമ്മൾ എന്താ പഠിച്ചത്? അപ്പർ ലെഫ്റ്റ് ക്വാഡ്രന്റ് ഓഫ് ദി അബ്ഡോമൻ അല്ലെ? ഇവിടെ നമ്മൾ ലോവർ റൈറ്റ് ക്വാഡ്രന്റ് ഓഫ് ദ അബ്ഡോമൻ. ഓൾദോ ദ ടെർമിനൽ ഇലിയം ക്യാൻ എക്സ്റ്റെൻഡ് ടു ദ പെൽവിക് ക്യാവിറ്റി. നമ്മൾ ഇലിയം ഇങ്ങനെ വരികയാണ്, ഇലിയം ഇനി എവിടെ ചാടും? ഇലിയം അവസാനിക്കുന്നത് എവിടെയായിരിക്കും? ഇലിയം അവസാനിക്കുന്നത് ലാർജ് ഇൻറ്റെസ്റ്റൈനിലേക്കായിരിക്കും. കാരണം അടുത്ത പാർട്ട് ലാർജ് ഇൻറ്റെസ്റ്റൈൻ ആണ്. ലാർജ് ഇൻറ്റെസ്റ്റൈൻ്റെ തുടക്കം എന്താ? സീക്കമാണ്. അപ്പൊ ഇലിയം ടെർമിനേറ്റ് ചെയ്യുന്നത് അവിടെ ഒരു ഓപ്പണിംഗ് ഒക്കെ ഉണ്ട്, ഇലിയൽ ഓറിഫിസ് എന്ന് പറയുന്നത്, വേർ സീക്കം ബിഗിൻസ്. അപ്പൊ നമ്മുടെ ലാർജ് ഇൻറ്റെസ്റ്റൈൻ തുടങ്ങാൻ പോവാണ്. അപ്പൊ എവിടെ സ്മോൾ ഇൻറ്റെസ്റ്റൈൻ്റെ ഇലിയം അവസാനിക്കുന്നു അവിടെ ലാർജ് ഇൻറ്റെസ്റ്റൈൻ തുടങ്ങി. പേര് പോലെ തന്നെ ലാർജ് അല്ല, കമ്പയർ ടു ഇലിയം അല്ല, കമ്പയർ ടു സ്മോൾ ഇൻറ്റെസ്റ്റൈൻ അത് കുറച്ചുകൂടെ ചെറുതാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഡിയോഡിനം, ജെജുനം, ഇലിയം പ്രധാനമായിട്ട് പഠിക്കേണ്ടത് നമ്മൾ ഏതാണ് ഡിയോഡിനത്തിലെ ഇൻട്രാ പെരിട്ടോണിയൽ പാർട്ട്, ജെജുനത്തിലെ കംപ്ലീറ്റ് ഇൻട്രാ പെരിട്ടോണിയൽ ആണ്, ഇലിയോ ജെജുനോ തമ്മിലുള്ള വ്യത്യാസം. ഇത്രയൊക്കെ അതിനകത്ത് പഠിക്കാനുള്ളൂ. ജെജുന എവിടെയാണെന്ന് പറഞ്ഞു, ഇലിയം എവിടെയാണെന്ന് പറഞ്ഞു. അറ്റ് ദ ഇലിയോസീക്കൽ ജംഗ്ഷൻ, ഇലിയോസീക്കൽ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇലിയം അവസാനിക്കുന്നിടത്ത് സീക്കം തുടങ്ങുന്നിടത്ത്. ഇലിയം എവിടെ അവസാനിക്കുന്ന? സ്മോൾ ഇൻറ്റെസ്റ്റൈൻ്റെ അവസാനവും ലാർജ് ഇൻറ്റെസ്റ്റൈൻ്റെ തുടക്കവും. ദ ലാമിന മസ്കുലാരിസ് ഓഫ് ദ ഇലിയം protrudes into the lumen of the cecum, forming a structure called ileocecal fold. ഇവിടെ നമ്മള് ഹിസ്റ്റോളജി ഓഫ് ദി ഗട്ട് പഠിക്കും. അതായത് ഏതൊക്കെ ലെയേഴ്സ് ആണ്, സിറോസ, മസ്കുലാരിസ്, മ്യൂക്കോസ ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട്. അപ്പോൾ അവിടെ നമ്മുടെ ഇലിയത്തിന്റെ ലാമിന മസ്കുലാരിസ് നമ്മൾ അടുത്ത സെഷനിൽ അതാണ് പഠിക്കുന്നത്. നമ്മൾ തുടക്കത്തിൽ ഒരു 2ാമത്തെ ക്ലാസ്സിലോ മറ്റോ പറഞ്ഞിട്ടുണ്ടായിരുന്നു 4 ലെയേഴ്സ് ഉണ്ടെന്ന്. ഞാൻ വിചാരിച്ചു ഇത് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് ആ ലെയേഴ്സിനെ കുറിച്ച് പറയാം. അപ്പൊ നമ്മുടെ ഇലിയോസിക്കൽ ജംഗ്ഷനിൽ ആ അവസാനിക്കുന്നിടത്ത്, ഇലിയം അവസാനിക്കുന്നിടത്ത് അല്ലെങ്കിൽ സീക്കം തുടങ്ങുന്നിടത്ത് ലാമിന മസ്കുലാരിസ്, ഇലിയത്തിന്റെ ലാമിന മസ്കുലാരിസ് സീക്കത്തിനകത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കും. അവിടെ ഒരു സ്ട്രക്ചറിനെ നമ്മൾ പറയുന്നത്, ആ ഒരു മടക്ക്, അതിനെ നമ്മൾ പറയുന്നത് ഇലിയോസിക്കൽ ഫോൾഡ്. ഇത് ദീസ് മസ്കുലാർ ഫൈബേഴ്സ്, ഇവിടെ മസിലാണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ, ലാമിന മസ്കുലാരിസ് ആണ്, ഇലിയത്തിന്റെ ലാമിന മസ്കുലാരിസ് ആണ്, അല്ലെങ്കിൽ ഇലിയത്തിന്റെ മസിൽസ് ആണ്. അത് സീക്കത്തിനകത്തേക്ക് തള്ളി നിന്നൊരു സ്ട്രക്ചർ ഉണ്ടാക്കും. അതിനെ നമ്മൾ ഇലിയോസീക്കൽ ഫോൾഡ് എന്ന് പറയും. ഇലിയത്തിന്റെ മസ്കുലാർ സ്ട്രക്ചർ സീക്കത്തിനകത്തേക്ക് തള്ളി നിന്ന് ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ ഇലിയോസീക്കൽ ഫോൾഡ് എന്ന് പറയുന്നത്. ഇലിയോസീക്കൽ ഫോൾഡ് ഈസ് അറ്റ് ദ ജംഗ്ഷൻ ഓഫ് ദി സീക്കം അല്ലെ? ഇലിയത്തിന്റെ സീക്കത്തിന്റെ ജംഗ്ഷൻ ഉണ്ടാവുന്ന ഫോൾഡ്. അത് ഇലിയത്തിന്റെ മസില് സീക്കത്തിനകത്തേക്ക് കയറി നിന്നിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഈ മസ്കുലാർ ഫൈബേഴ്സ് ഒരു മസ്കുലാർ റിംഗ് ഉണ്ടാക്കും ആ ഫോൾഡിനകത്ത്. അതിനെ നമ്മൾ ഒരു സ്ഫിങ്ക്റ്റർ ആയിട്ടോ വാൽവ് ആയിട്ടോ ഒക്കെ കണക്കാക്കും. അപ്പൊ നമ്മൾ ഫോൾഡ് ഉണ്ടാവും, ആ ഇലിയോസീക്കൽ ജംഗ്ഷനിൽ ഒരു ഫോൾഡ് ഉണ്ടാവും. കാരണം ഇലിയത്തിന്റെ മസില് നമ്മുടെ സീക്കത്തിനകത്തേക്ക് പ്രൊട്രൂഡ് ചെയ്ത് നിന്നിട്ടാണ് സ്ട്രക്ചർ ഉണ്ടാവുന്നത്. അതിനെയാണ് ഇലിയോസീക്കൽ ഫോൾഡ് എന്ന് പറയുന്നത്. അതൊരു മസ്കുലർ റിംഗ് ഉണ്ടാക്കും ആ ഫോൾഡിനകത്ത്. അതിനെ നമ്മൾ ഇലിയോസീക്കൽ സ്ഫിങ്ക്റ്റർ എന്ന് പറയും. അതാണ് നമ്മുടെ ഇലിയൽ കണ്ടന്റിനെ ലാർജ് ഇൻറ്റെസ്റ്റൈനിലേക്ക് തള്ളണത്. അപ്പൊ അവിടെ നമ്മൾ ആ ജംഗ്ഷനിൽ ഒരു സ്ഫിങ്ക്റ്റർ ഉണ്ട്, സ്ഫിങ്ക്റ്റർ പോലത്തെ ഒരു സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചറിനെ നമ്മൾ എന്ത് പറയും? ഇലിയോസീക്കൽ സ്ഫിങ്ക്റ്റർ എന്ന് പറയും. ആ ഇലിയോസീക്കൽ സ്ഫിങ്ക്റ്റർ എവിടുന്നാ ഉണ്ടാവുന്നത്? ഇലിയോസീക്കൽ ഫോൾഡിലെ ആ മസിൽസ് ഫോം ചെയ്യുന്ന ഒരു റിംഗ് ഉണ്ട്. ആ റിംഗ് ആണ് ആ ഫോൾഡിനകത്ത്, ഇലിയോസീക്കൽ ഫോൾഡിനകത്ത് മസിൽസ് ഫോം ചെയ്യുന്ന ഒരു റിംഗ് ഉണ്ട്. ആ റിങ്ങിനെയാണ് പറയുന്നത് ഇലിയോസീക്കൽ സ്ഫിങ്ക്റ്റർ. അവരാണ് നമ്മുടെ ഇലിയത്തുനിന്ന് സീക്കത്തിലേക്ക് ആ നമ്മുടെ ഭക്ഷണത്തിനെയൊക്കെ കടത്തി വിടുന്നത്. അല്ലെങ്കിൽ ഇലിയത്തിൽ എന്താണോ എത്തിയിരിക്കുന്നത്, നമുക്കറിയാം ഇലിയത്തിൽ എത്തുമ്പോഴേക്കും ഭക്ഷണം ഒരു വഴിയായിട്ടുണ്ടാവും അല്ലെ? കാരണം ചേണിങ് മൂവ്മെന്റ് ഓഫ് ദ ഗ്യാസ്ട്രിക് ജ്യൂസ് നമ്മുടെ ഡൈജസ്റ്റീവ് ജ്യൂസുമായിട്ട് അല്ലെങ്കിൽ വയറ്റിനകത്തുള്ള ജ്യൂസുമായിട്ട് ഭക്ഷണം നന്നായി കടഞ്ഞ് ഒരു കൈയുമായിട്ടാണ് പുറത്തേക്ക് വരുന്നത്. സ്മോൾ ഇൻറ്റെസ്റ്റൈനിലാകുമ്പോഴേക്കും സർവ്വ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ടാവും, സർവ്വ ഡൈജഷനും കഴിഞ്ഞു, അബ്സോർബ് ചെയ്യേണ്ട സാധനങ്ങളെയൊക്കെ അബ്സോർബ് ചെയ്തു, ബാക്കിയുള്ളതാണ് പുറത്തേക്ക് തള്ളാൻ പോണത്. അപ്പൊ നമ്മൾ ബാക്കിയുള്ള സാധനങ്ങളെ എന്ത് ചെയ്യും? ഇലിയത്തിലെത്തിയ കണ്ടന്റിനെ ലാർജ് ഇൻറ്റെസ്റ്റൈനിലോട്ട് തള്ളിവിടും.
എന്താണ് ഫംഗ്ഷൻ? സെക്രീഷൻ അബ്സോർപ്ഷൻ. സെക്രീഷൻ അബ്സോർപ്ഷൻ. നമ്മൾ വളരെ വിശദമായിട്ട് എന്താണ് ഇവിടുത്തെ ഫംഗ്ഷൻ എന്ന് നമ്മൾ സ്മോൾ ഇൻഡസ്ട്രിയിൽ ഏതൊക്കെ എൻസൈംസ് ഉണ്ട്, അവരെന്തൊക്കെയാ ചെയ്യുന്നത് നമ്മൾ വിശദമായിട്ട് പഠിക്കട്ടോ. എന്നാലും ഇവിടെ സ്മോൾ ഇൻഡസ്ട്രിയിലെ എപ്പിത്തീലിയൽ സെൽസ് എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യും. നമുക്കറിയാലോ എന്തായാലും സ്മോൾ ഇൻഡസ്ട്രിയിൽ എൻസൈംസ് വേണം. ആ എൻസൈംസ് ആണ് ഡൈജസ്റ്റീവ് എൻസൈംസ് സ്മോൾ ഇൻഡസ്ട്രിയൽ എന്ന് പറയുന്നത്. ആ എൻസൈം ഇല്ലെങ്കിൽ നമ്മുടെ കൈമിനെ ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ആയിട്ട് അതിനെ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ കൈം എന്ന് പറയുന്നത് എന്താ? വായില് സലൈവയായിട്ട് മിക്സ് ചെയ്ത ഭക്ഷണം സ്റ്റൊമക്കിൽ എത്തുമ്പോൾ ബൈ ദ ചേർണിങ് മൂവ്മെന്റ് ഓഫ് ദ സ്റ്റൊമക്കിന്റെ കട്ടയൽ കൊണ്ട് സ്റ്റൊമക്ക് ഇങ്ങനെ കട്ടഞ്ഞെടുക്കും ഡൈജസ്റ്റീവ് ജ്യൂസുമായിട്ട് മിക്സ് ചെയ്ത്. അങ്ങനെ ഉണ്ടാവുന്ന ഒരു പേസ്റ്റ് ലൈക്ക് സ്ട്രക്ചറിനെയാണ് നമ്മൾ കൈം എന്ന് പറയുന്നത്. ആ കൈമിനെ വീണ്ടും ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കി മാറ്റിയിട്ട് അബ്സോർബ് ചെയ്യണം. വെറുതെ ഭക്ഷണം കഴിച്ചാൽ മതിയോ? പോരാ. ഇതിനെയൊക്കെ നമ്മുടെ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യണം. അബ്സോർബ് ചെയ്താൽ മാത്രം പോരാ, നമ്മുടെ ബോഡിയിലോട്ട് അതിന്റെ ബോഡിയുടെ പാർട്സും ആക്കി മാറ്റണം അല്ലെ. ഫുഡ് സ്റ്റഫ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ബോഡി സ്റ്റഫ്. ദാറ്റ് ഈസ് നോൺ ആസ് അസിമിലേഷൻ. അപ്പൊ ഡൈജഷൻ കഴിയണം. ആദ്യം അകത്താക്കി, ഇഞ്ചക്ഷൻ കഴിഞ്ഞു, പിന്നെ ഭക്ഷണം ഡൈജസ്റ്റ് ചെയ്തു. ഡൈജഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അബ്സോർപ്ഷൻ ഉണ്ടാവണം. അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ അസിമിലേറ്റ് ചെയ്യണം. അസിമിലേറ്റ് ചെയ്തും കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് തള്ളുള്ളൂ വേണ്ടാത്ത സാധനത്തിന്. Concurrently, the duodenum functions to mix food with bile and pancreatic enzyme to continue the digestion of carbohydrate, fats and proteins. അപ്പൊ നമ്മുടെ സ്മോൾ ഇൻഡസ്ട്രിയില് പാൻക്രിയാസ് എന്നുള്ള സാധനവും വരും, ഇൻഡസ്ട്രിയൽ ജ്യൂസ് എന്നുള്ളതും വരും, ലിവർ എന്നുള്ള ബൈലും വരും. ഇവരെല്ലാരും കൂടിയാണ് സ്മോൾ ഇൻഡസ്ട്രിയിൽ വെച്ച് പണിയെടുക്കുന്നത്. അല്ലാതെ സ്മോൾ ഇൻഡസ്ട്രിയുടെ സെക്രീഷൻ മാത്രമല്ല. ശരിക്കും സ്മോൾ ഇൻഡസ്ട്രിയുടെ സെക്രീഷനും ഉണ്ട്, ലിവർ സെക്രീറ്റ് ചെയ്യുന്ന ബൈലും ഉണ്ട്, നമ്മുടെ പാൻക്രിയാസ് സെക്രീറ്റ് ചെയ്യുന്ന പാൻക്രിയാറ്റിക് ജ്യൂസും ഉണ്ട്. ഈ പാൻക്രിയാറ്റിക് ജ്യൂസിലും എൻസൈം ഉണ്ട്, ഇൻഡസ്ട്രിയൽ ജ്യൂസിലും എൻസൈം ഉണ്ട്, ബൈലില് എൻസൈം ഇല്ല. എന്നാലും ബൈലിനും പണിയുണ്ട് കേട്ടോ. അവിടെ ബൈലാണ് എമൽസിഫിക്കേഷൻ ഓഫ് ഫാറ്റ് ചെയ്യുന്നത്, വലിയ ഫാറ്റിനെ ചെറുതാക്കുന്നത്. അങ്ങനെ ഇവരെല്ലാവരും കൂടെ ചേർന്ന് ആ ഡൈജഷൻ പ്രോസസ്സിനെ അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യിപ്പിക്കും. കാർബോഹൈഡ്രേറ്റ് ഉണ്ടെങ്കിൽ കാർബോഹൈഡ്രേറ്റും, പ്രോട്ടീൻ ഉണ്ടെങ്കിൽ പ്രോട്ടീനും, ഫാറ്റ് ഉണ്ടെങ്കിൽ ഫാറ്റിനെയും എല്ലാം ഡൈജസ്റ്റ് ചെയ്ത് തരും നമുക്ക്. Carbohydrates and proteins are absorbed in the duodenum and jejunum respectively. Carbohydrate in the duodenum and proteins in the jejunum. The jejunum also function to absorb most fat. The ileum function involves absorption of vitamin B12, bile salt and all digestion process which were not absorbed in duodenum and jejunum. All these three small intestinal segment absorb water and electrolytes. ഓരോരുത്തരെ കുറിച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. കാർബോഹൈഡ്രേറ്റ് അബ്സോർബ് ചെയ്യുന്നത് ഡിയോഡനത്തിലും പ്രോട്ടീൻ അബ്സോർബ് ചെയ്യുന്നത് ജെജുനത്തിലുമാണ്. ജെജുനമാണ് മെയിൻ ആയിട്ട് ഫാറ്റിനെ അബ്സോർബ് ചെയ്യുന്നത്. ഇലിയം എന്താ ചെയ്യുക? ഇലിയം അബ്സോർപ്ഷൻ ഓഫ് വൈറ്റമിൻ B12 അല്ലെ, ബൈൽ സോൾട്ട് ആൻഡ് ഓൾ ഡൈജഷൻ പ്രോസസ് വിച്ച് വർ നോട്ട് അബ്സോർബ് ഇൻ ദ ഡിയോഡനം ആൻഡ് ജെജുനം. ഡിയോഡനവും ജെജുനവും വിട്ടുപോയ എല്ലാ സാധനങ്ങളെയും ഇലിയം എടുത്തോളും. കാരണം വേറെ നിവൃത്തിയൊന്നുമില്ല. അവരും കൈവിട്ടു. അവരും കൈവിട്ട് എങ്ങനെയാണ്? ആരെ അബ്സോർബ് ചെയ്യാണ്ട് ഇവിടെ വെച്ച് കംപ്ലീറ്റ് ചെയ്യാൻ വേണം. കംപ്ലീറ്റ് ചെയ്താൽ നമ്മൾ ബാക്കി നമ്മളെടുത്തല്ലേ പറ്റൂ. അപ്പൊ ഇലിയം അങ്ങ് എടുത്തു. ഇലിയം ബാക്കി അങ്ങ് കംപ്ലീറ്റ് ചെയ്തു. ബ്ലഡ് വെസൽസ്. ബ്ലഡ് വെസൽസ് പറഞ്ഞാൽ ആർട്ടറീസ് ഓഫ് ദ സ്മോൾ ഇൻഡസ്ട്രൈൻ. The duodenum is supplied by branches of the celiac tract. Already നമ്മൾ പറഞ്ഞതാണ്. And superior mesenteric artery. The superior, middle and inferior pancreatico-duodenal arteries. അപ്പൊ നമുക്ക് ഇത് എന്താണെന്ന് അറിയാം. ബ്ലഡ് വെസൽസ് എന്തൊക്കെയാണ്? ബ്ലഡ് വെസൽസ് ആരൊക്കെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ സപ്ലൈ ചെയ്യുന്നത്? നമ്മൾ ഓൾറെഡി സിലിയാക് ട്രങ്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നേരത്തെ ക്ലാസ്സിൽ. സുപ്പീരിയർ മീസെൻട്രിക് ആർട്ടറി എന്ന് പറയുന്നത്, സുപ്പീരിയർ മീസെൻട്രിക് ആർട്ടറി ഒരുപാട് SMA നമുക്ക് ഷോർട്ട് ആയിട്ട് പറയാം കേട്ടോ. സുപ്പീരിയർ മീസെൻട്രിക് ആർട്ടറി എന്ന് പറയുന്നത് SMA. ഈ സുപ്പീരിയർ മീസെൻട്രിക് ആർട്ടറി ധാരാളം ആർട്ടറീസിനെ സപ്ലൈ ചെയ്യുന്നുണ്ട്. എവിടേക്കാണ്? ജെജുനത്തിലേക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട്, ഇലിയത്തിലേക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ ആർട്ടറി നമ്മുടെ മീസെൻട്രിയുടെ ഇടയിൽ കൂടെ, ആർട്ടറീസ് പാസ് ബിറ്റ്വീൻ ദ ലെയേഴ്സ് ഓഫ് ദ മീസെൻട്രി. ഇത് നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നുണ്ട്, വേറെയും സ്ഥലത്ത് പഠിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ സുപ്പീരിയർ മീസെൻട്രിക് ആർട്ടറിയും സിലിയാക് ട്രങ്കിൽ നിന്നുമാണ് ഡിയോഡനത്തിലേക്ക് സപ്ലൈ ചെയ്യുന്നത്. ജെജുനവും ഇലിയം എവിടെ സപ്ലൈ ചെയ്യും? ജെജുനോ ഇലിയം SMA തന്നെയാണ്. സുപ്പീരിയർ മീസെൻട്രിക് ആർട്ടറി, സുപ്പീരിയർ മീസെൻട്രിക് ആർട്ടറി ജെജുനത്തിന് സപ്ലൈ ചെയ്യുന്നുണ്ട്. സുപ്പീരിയർ മീസെൻട്രിക് ആർട്ടറി അതുപോലെ ഇലിയത്തിന് സപ്ലൈ ചെയ്യുന്നുണ്ട്. ജെജുനത്തിനുള്ളതിനെ ജെജുനൽ ആർട്ടറി എന്നും ഇലിയത്തിനുള്ള ഇലിയൽ ആർട്ടറി എന്നും പറയും. They anastomose with each other to form arterial arcade which send numerous straight arteries to jejunum and ileum. അവരുടെ ബ്രാഞ്ചസ് ഉണ്ടാവുമല്ലോ, ശാഖകൾ ഉണ്ടാവുമല്ലോ. ഇതൊക്കെ നമ്മൾ
പല ആർട്ടറീസ് ആയിട്ട് ഫോം ചെയ്ത് എല്ലാവരും ജജുനത്തിലേക്കും ഇലിയത്തിലേക്കും സപ്ലൈ ചെയ്യും. അപ്പൊ ജജുനത്തിനും ഇലിയത്തിനും ആരാ ബ്ലഡ് സപ്ലൈ കൊടുക്കുന്നത്? SMA ഉണ്ട്, അതോടൊപ്പം തന്നെ സിലിയാക് ട്രങ്കും ഉണ്ട്. സിലിയാക് ട്രങ്കും ഉണ്ട്. സിലിയാക് ട്രങ്ക് നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയാത്തത്. സുപ്പീരിയർ മീസെൻട്രിക് ആർട്ടറിയും കൂടെ ചേർന്നാണ് ഇവർക്ക് ബ്ലഡ് സപ്ലൈ കൊടുക്കുന്നത്. Small intestine drain into the hepatic portal vein. The lymph of the small intestine is drained into the superior mesenteric lymph node, master the blood vessels of the small intestine. Blood vessels of small intestine master ആണത്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞത് ഇതും ഹെപ്പാറ്റിക് പോർട്ടൽ വെയിനും ഓൾറെഡി നേരത്തെ ഭാഗത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സ്റ്റൊമക്കിന്റെ ഭാഗത്ത് അല്ലെ. അപ്പൊ ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ എന്താന്ന് പറഞ്ഞിട്ട് ആ ക്ലാസ് കേൾക്കുമ്പോൾ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചോളാം. സ്മോൾ ഇൻഡസ്റ്റൈൻ എവിടേക്കാ പോണത്? ഹെപ്പാറ്റിക് പോർട്ടൽ വെയിനിലേക്കാണ് ഡ്രെയിൻ ചെയ്യുന്നത്. അപ്പൊ സ്മോൾ ഇൻഡസ്റ്റൈനിലെ ലിംഫ് ഡ്രെയിൻ ചെയ്യുന്നത് into the superior mesenteric lymph nodes ലേക്കാണ്. superior mesenteric lymph nodes ലേക്കാണ്. ഇതിന്റെ വെയിൻസിന്റെ കാര്യം നമ്മൾ ഇനർവേഷൻ നമ്മൾ സ്റ്റൊമക്കിൽ പറഞ്ഞിട്ടുണ്ട്. സ്റ്റൊമക്കുമായിട്ട് എന്താ വ്യത്യാസം നോക്കി പഠിച്ചാൽ മതി. ഇനി ഇത്രയൊക്കെ പഠിക്കണം എന്ന് ചോദിച്ചാൽ ഇത്രയൊന്നും പഠിക്കേണ്ട കാര്യമില്ല. എന്നാലും എന്തെങ്കിലും കൂടുതലായിട്ട് ചോദിച്ചാലോ എന്നൊരു ഇതുകൊണ്ടാണ് നമ്മൾ കുറെ കൂടെ ഡെപ്തിലേക്ക് പോകുന്നതെന്ന് മാത്രം. സ്മോൾ ഇൻഡസ്റ്റൈൻ എന്തുകൊണ്ടാണ് ഇനർവേറ്റ് ചെയ്തിരിക്കുന്നത്? വാഗസ് നെർവ്. വാഗസ് നെർവ് ഏതാ? 10th cranial nerve. നമുക്കറിയാം അല്ലെ, 10th cranial nerve നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് thoracic splanchnic nerve. Their nerve branches extend throughout the entire length of the intestine. intestine മുഴുവൻ പോകുന്നത് 10th cranial nerve-ഉം thoracic splanchnic nerve-ഉം കൂടിയാണ്. 10th cranial nerve-ന്റെ കാര്യം മറക്കരുത്. 10th cranial nerve നമ്മൾ ഒരുപാട് സഹായിക്കുന്നുണ്ട് കേട്ടോ. അവരുടെ ബ്രാഞ്ചസ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡസ്റ്റൈനിൽ ഫുൾ കൊടുക്കുന്നുണ്ട്, ഫുൾ ഇന്നോവേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഫുൾ അവരുടെ നെറോ ബ്രാഞ്ചസ് നമ്മുടെ സ്മോൾ ഇൻഡസ്റ്റൈനിലെ എൻറ്റയർ സ്ട്രക്ചറിൽ മൂവ് ചെയ്യുന്നുണ്ട് പ്ലക്സസിന്റെ ഫോമിൽ. എന്താണ് ഈ പ്ലക്സസ്? ഒന്നാമത്തെ പ്ലക്സസ് എന്ന് പറയുന്നത് സബ് മ്യൂക്കോസൽ പ്ലക്സസ്. സബ് മ്യൂക്കോസൽ പ്ലക്സസ് ഓഫ് മീസ്നർ. സബ് മ്യൂക്കോസൽ പ്ലക്സസ് ഓഫ് മീസ്നർ. എന്താണ് ഈ സബ് മ്യൂക്കോസൽ പ്ലക്സസ് ഓഫ് മീസ്നർ നോക്കാം. എവിടെയാണ് കാണുന്നത്? സബ് മ്യൂക്കോസ. സബ് മ്യൂക്കോസ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ പറഞ്ഞു, നമ്മുടെ ഹിസ്റ്റോളജി ഓഫ് ദി ഗട്ടില് നമ്മൾ പഠിക്കുന്നുണ്ട് സിറോസ, മസ്കുലാരിസ്, സബ് മ്യൂക്കോസ, മ്യൂക്കോസ. 4 ലെയർ ഉണ്ട് നമ്മുടെ ലൂമനിലേക്ക് എത്തണമെങ്കിൽ. അപ്പൊ സ്മോൾ ഇൻഡസ്റ്റൈനിലും ഉണ്ട്. അപ്പൊ സ്മോൾ ഇൻഡസ്റ്റൈനിലെ സബ് മ്യൂക്കോസ ലെയറിലാണ് സബ് മ്യൂക്കോസൽ പ്ലക്സസ് കാണുന്നത്. പേര് തന്നെ അറിയാം, സബ് മ്യൂക്കോസൽ പ്ലക്സസ് എവിടെ കാണും? സബ് മ്യൂക്കോസയില്. നമ്മൾ പഠിക്കുന്നത് എന്താ? സ്മോൾ ഇൻഡസ്റ്റൈൻ. അത് എന്താണ് കണ്ടിരിക്കുന്നത്? വാഗസ് നെർവ് എന്നുള്ളത്, 10th cranial nerve എന്നുള്ളതാണ്. അപ്പൊ സബ് മ്യൂക്കോസൽ പ്ലക്സസ് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയാ, ന്യൂറോൺസിന്റെ ഒരു സ്ട്രക്ചർ ആണ്. അതാണ് നേരത്തെ പറഞ്ഞല്ലോ നെർവ്സ് ഇനർവേറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. അതാണ് അത് ഗട്ടിനകത്താണ്. അത് ഒരുപാട് സ്ഥലത്തുണ്ട്. ഫ്രം ഈസോഫാഗസ് ടു റെക്ടം എന്ന് തന്നെ നമുക്ക് പറയാം. ഈ 10th cranial nerve-ന്റെ വെയിൻസ് നെർവ്സ് എല്ലായിടത്തും പോകുന്നുണ്ട്. 2 ഫോംസിലായിട്ടാണ് നമ്മൾ ഇത് പഠിക്കുന്നത്. 2 പ്ലക്സസിന്റെ പേരിലാണ്. വാഗസ് നെർവും അതുപോലെ തൊറാസിക് സ്പ്ലാങ്ക്നിക് നെർവും എൻറ്റയർ സ്മോൾ ഇൻഡസ്റ്റൈനൽ ലെങ്തില് നെർവ്സിനെ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ നെർവ്സും സപ്ലൈ ചെയ്യുന്നത് 2 പേരിലാണ്. ഒന്ന് സബ് മ്യൂക്കോസൽ പ്ലക്സസ് അല്ലെങ്കിൽ മീസ്നർ പ്ലക്സസ് എന്ന് പറയും. എവിടെയാണ്? സബ് മ്യൂക്കോസയിൽ, സ്മോൾ ഇൻഡസ്റ്റൈനിൽ സബ് മ്യൂക്കോസയിൽ. സബ് മ്യൂക്കോസ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗട്ടിലെ ഒരു ലെയറിനെയാണ് നമ്മൾ സബ് മ്യൂക്കോസ എന്ന് പറയുന്നത്. രണ്ടാമത്തെയോ മൈൻഡ്രിക് പ്ലക്സസ് ഓർബാക് പ്ലക്സസ് എന്ന് പറയും. അതെവിടെയാ? മസ്കുലാരിസ് എസ്റ്റേണ. അപ്പോഴും ഞാൻ പറയുന്നു 4 ലെയർ ആണ്. എന്തൊക്കെയാണ്? സിറോസ, മസ്കുലാരിസ്, സബ് മ്യൂക്കോസ, മ്യൂക്കോസ. മസ്കുലാരിസ് എസ്റ്റേണൽ കാണുന്ന പ്ലക്സസ് ആണ്. 2 പ്ലക്സസ് ആണ്. ഒന്ന് നമ്മുടെ സബ് മ്യൂക്കോസൽ പ്ലക്സസ് അല്ലെങ്കിൽ മീസ്നസ് പ്ലക്സസ്, അത് സബ് മ്യൂക്കോസിൽ കാണും. രണ്ടാമത്തത് മസ്കുലാരിസ് ലെയറിൽ കാണുന്ന മയൻഡ്രിക് പ്ലക്സസ് അല്ലെങ്കിൽ ഓർബാക് പ്ലക്സസ് കണ്ടെയ്നിങ് ബോത്ത് സിമ്പത്തറ്റിക് ആൻഡ് പാരാസിമ്പത്തറ്റിക് നെർവ് ഫൈബേഴ്സ്. ഇവിടെ നമ്മൾ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് സബ് മ്യൂക്കോസൽ പ്ലക്സസ് അല്ലെങ്കിൽ മീസ്നസ് പ്ലക്സില് ഇൻപുട്ട് കിട്ടുന്നത് വാഗസ് നെർവിൽ നിന്ന് മാത്രമാണ്. ഇവിടെ മയൻഡ്രിക് പ്ലക്സസ് എന്ന് പറയുന്നത് മസ്കുലാരിസ് എക്സ്റ്റേണയിലാണ്. സിമ്പത്തറ്റിക്കും പാരാസിമ്പത്തറ്റിക് ഫൈബേഴ്സും ഉണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് എന്തിനാണ്? സ്മോൾ ഇൻഡസ്റ്റൈനിനെ കുറിച്ച് മാത്രമാണ്. നിങ്ങൾ എല്ലാ പാർട്ടിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. ഡൈജഷന്റെ ക്ലാസ്സുകൾ ഏകദേശം 7 പാർട്ടായിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ എല്ലാ ഭാഗങ്ങളും നമ്മൾ മൗത്ത് തൊട്ടിട്ട് ANS റെക്ടം വരെ എടുത്തിട്ട് എങ്ങനെയാണ് ഡൈജഷൻ എന്ന് വളരെ ബ്രീഫ് ചെയ്ത് പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പൊ എല്ലാ ക്ലാസ്സുകളും ശ്രദ്ധാപൂർവം കേട്ട് നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് പഠിക്കുക. ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റ് ഒക്കെ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക. നന്നായിട്ട് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. ഇനിയും കാണാം. താങ്ക് യു.